മാന്യ പ്രേക്ഷകർക്കും ലേഡീസ് അവറിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ബ്യൂട്ടി സെഷൻ കൈകാര്യം ചെയ്യാൻ പോകുന്നത് നമ്മുടെ ലാക്മേ അക്കാഡമിയിലെ മോഹന മാം ആണ്. അപ്പോൾ മാം നമസ്കാരം. നമസ്കാരം. അപ്പോൾ നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി ഇന്ന് എന്ത് ലുക്കാണ് മാം ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്? ഇന്നൊരു സിമ്പിൾ പാർട്ടി ലുക്കാണ്. സിമ്പിൾ പാർട്ടി ഐ പക്ഷേ കുറച്ച് ഗ്രാൻഡ് ആക്കിയിട്ട് ബാക്കി ലിപ്പൊക്കെ ന്യൂഡായിട്ട് അങ്ങ് ചെയ്യാനാണ്. ഓക്കെ ഓക്കെ. അപ്പോൾ ലിപ്പ് ന്യൂഡാക്കി, ലിപ്പ് ഞാൻ ഓൾറെഡി ന്യൂഡ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ. ഇനി ഐ മാത്രമേ ഇനി ബാക്കിയുള്ളൂ. ഐ മാത്രമാണ് അപ്പോൾ കാണിക്കാൻ പോകുന്നത് അല്ലേ? ഓക്കെ. അപ്പോൾ നമുക്ക് പതുക്കെ പരിപാടിയിലേക്ക് കിടക്കാം. ചെയ്യാം. ഓക്കെ. അപ്പോൾ ആദ്യം എന്താണ് ചെയ്യാൻ പോകുന്നത്? ഞാൻ ഐയുടെ ഇപ്പോൾ ബേസ് ഇട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് ഷാഡോ ആപ്ലിക്കേഷൻ തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം ഷാഡോ ആപ്ലിക്കേഷൻ ആണ്. യെസ്. ഓക്കെ ഓക്കെ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ ഷാഡോ ആപ്ലിക്കേഷൻ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഐസ് കുറേ കൂടെ അട്രാക്റ്റീവ് ആയിട്ടും നല്ലൊരു ഇതായിട്ട് എടുത്ത് കാണിക്കാനും ഒക്കെ കൂടിയായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ക്രീസിൽ മാത്രമാണോ അപ്ലൈ ചെയ്യുന്നത്, എങ്ങനെയാണ്? അല്ല, നമ്മൾ ലിഡിൽ നമ്മൾ ക്രീസ് ഔട്ട് ഏരിയയിലൊന്നും നമ്മൾ അപ്ലൈ ചെയ്യില്ല. ലിഡിൽ മാത്രമേ നിൽക്കാൻ പാടുള്ളൂ. ഫുൾ ലിഡിൽ അപ്ലൈ ചെയ്യാൻ പോവാണല്ലേ? അതെ. ഓക്കെ. അപ്പോൾ ഇതിന്റെ ഷെയ്ഡൊക്കെ എങ്ങനെയാണ്? നമ്മൾ കോൺടൂറിന് വേണ്ടിയിട്ട് ഒരു ഡാർക്ക് ഷെയ്ഡ് എടുക്കും. ഓക്കെ. ആൻഡ് അത് നമ്മൾ ക്രീസ് ആ ഫോൾഡ് നമ്മൾ ഇത് ചെയ്തിട്ട് അതിനകത്താണ് നമുക്ക് ഐ ഷാഡോയുടെ കളർ നിൽക്കേണ്ടത്. ഓക്കെ. ആൻഡ് അതിൻ്റെ ബാക്കി ബ്ലെൻഡിങ് ഒക്കെ നമ്മൾ ക്രീസ് ഔട്ട് ഏരിയയിൽ അങ്ങ് ബ്ലെൻഡ് ചെയ്ത് കളയാം. ബ്രൈഡ്സ് ഇങ്ങനെ സജഷൻ ഒക്കെ പറയാറുണ്ടോ? ഐസ് ഇന്ന ലുക്ക് വേണം പറയാറുണ്ട്. അപ്പം അതെല്ലാം കൺസൾട്ട് ചെയ്തതിനു ശേഷം? അതെ അതെ. ഓക്കെ. നമ്മുടെ ട്രഡീഷണൽ ലുക്കും ഈ ഒരു പാർട്ടി ലുക്കുമായിട്ടുള്ള മേക്കപ്പിൽ മെയിൻ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? പാർട്ടി ലുക്ക് നമ്മൾ കൊടുക്കുമ്പം കുറേ കൂടെ ഗ്ലിറ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്ത് കൊടുക്കും. അതെ അതെ. ട്രഡീഷണൽ എന്ന് പറയുമ്പോൾ ഒരു ഷിമ്മറി ഷെയ്ഡ്സ് ആയിരിക്കും. ബട്ട് സ്റ്റിൽ പാർട്ടിയാണ് കുറച്ചും കൂടെ നമുക്ക് ഐസ് കുറച്ച് നമ്മൾ ഹെവി ആയിട്ട് ചെയ്യുന്ന ഒരു ലുക്കാണ്. ട്രഡീഷണൽ ആകുമ്പോൾ അട്രാക്ഷൻ കൂടുതൽ എനിക്കൊന്ന് സാരിയും ഓർണമെന്റ്സും ഒക്കെ പോകും അല്ലേ? ആ ഗ്ലിറ്ററി പാർട്ട് ഞാൻ ഇനിയാണ് ചെയ്യാൻ പോകുന്നത്. സോ ജസ്റ്റ് ഞാനൊന്ന് ആ ഗ്ലിറ്റേഴ്സ് ഒന്ന് ഫോളോ ഔട്ട് ആകാതെ ഇരിക്കാനായിട്ട്, ഇതിപ്പം നമുക്ക് പ്രസ്ഡ് ഗ്ലിറ്റേഴ്സ് തന്നെയാണ്, ബട്ട് സ്റ്റിൽ ഒന്ന് ഫോളോ ഔട്ട് ആകാതെ ഇരിക്കാനായിട്ട് ചെറുതായിട്ട് ഞാനൊന്ന് ഗ്ലിറ്റർ ഗ്ലൂ അപ്ലൈ ചെയ്യുകയാണ്. ഗ്ലിറ്റർ ഗ്ലൂ അല്ലേ? അപ്പോൾ നമ്മൾ ആ ഔട്ടർ കോർണറിൽ കുറച്ച് ഡാർക്ക് ഷെയ്ഡും കൂടി കൊടുക്കും. അതെ അതെ അതെ. ഒന്ന് ഡിഫൈൻഡ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതെ. അപ്പോൾ ഈ ഗ്ലൂ അപ്ലൈ ചെയ്യുന്നത്, ഈ ഗ്ലിറ്റർ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഇവിടെ ഇന്നർ കോർണറിലാണോ അതോ? ഇന്നർ കോർണറിൽ മാത്രമായിട്ട്. കുറച്ചും കൂടെ ഒരു ഡ്രമാറ്റിക് ആൻഡ് ട്രെൻഡി ലുക്ക് കാണിക്കാനായിട്ടാണ്. ഓക്കെ. എനിക്കൊന്ന് ഇന്നർ കോർണറിൽ ഗ്ലിറ്റർ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കണ്ണൊന്ന് വിടർന്നതായിട്ടൊക്കെ. അതെ അതെ. ഒരു ഐ അങ്ങനെ കംപ്ലീറ്റ് ആയിരിക്കും. ഇനി സെയിം നമ്മൾ അപ്പുറത്തെ കണ്ണിന്. അതെ. നമ്മൾ ഈ ഐ മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും എല്ലാം ഒരു ബ്രഷ് വെച്ചാണോ അതോ സെപ്പറേറ്റ്? അല്ല, ഡിഫറെൻറ്റ് ബ്രഷസ് ഉണ്ട്. നമ്മൾ ക്രീസ് കട്ട് ചെയ്യാനായിട്ട് അതിനായിട്ടുള്ള ബ്രഷസ് ഉണ്ട്. കുറച്ച് ഇതുപോലെ ടേപ്പേർഡ് ആയിരിക്കും. ഓക്കെ. ആൻഡ് ബേസ് ബ്രഷ് ഇങ്ങനെ കുറച്ച് ഫ്ലാറ്റ് ആൻഡ് ചെറിയൊരു ഡോം ഷേപ്പിലുണ്ടാവും. സോ ഇങ്ങനെ കുറേ ബ്ലെൻഡിങ്ങിനുണ്ട്, സ്മഡ്ജിങ്ങിന്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബ്രഷസ് ഉണ്ട്. സോ കറക്റ്റ് ബ്രഷസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു, ഇവിടെ ഇപ്പോൾ സൈഡിൽ ചെറിയൊരു ആംഗിൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ആംഗുലാറാണ്. സോ അങ്ങനെയൊക്കെയുള്ള കറക്റ്റ് ബ്രഷസ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു എഫക്റ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ
ഐ മേക്കപ്പ് എനിക്കൊന്ന് ഏതാണ്ട് കഴിഞ്ഞു അല്ലേ? പിന്നെ നെക്സ്റ്റ് എന്താണ് ചെയ്യാൻ പോകുന്നത്? ഞാൻ ഐലാഷ് കേൾ ചെയ്യാൻ പോവാണ്. അതെ, സോ കേൾ ചെയ്തിട്ട് ഞാൻ ലാഷ് ഫിറ്റ് ചെയ്യാൻ പോവാണ്. നമുക്ക് ഈ ലാഷിന്റെ പ്ലേസ്മെന്റും ഈസി ആയിട്ട് പ്ലേസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ലാഷ് ഗ്ലൂ നമ്മൾ ലാഷസിന്റെ ടിപ്പിലായിട്ട് ഒന്ന് അപ്ലൈ ചെയ്തു. അതെ അതെ, ഇനി അത് ഫിക്സ് ചെയ്യണം. ഫിക്സ് ചെയ്യാൻ പോകും. അപ്പം നമ്മൾ ലാഷസ് പതുക്കെ ഫിക്സ് ചെയ്യുവാണ് അല്ലേ? അതെ. സോ നമ്മൾ ലാഷ് വെച്ച് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ലാഷസ് വെച്ച് കഴിഞ്ഞ് നെക്സ്റ്റ് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഞാൻ ലൈനർ വരയ്ക്കാൻ പോവാണ്. സോ മുകളിലും ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ലൈനർ വരച്ചിട്ട് താഴെയും സ്മഡ്ജ് ജസ്റ്റ് ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കും. അതെ അതെ. കണ്ണ് എഴുതാനായിട്ട് നമ്മൾ ജെൽ ലൈനർ ആണ് അല്ലേ? ജെൽ ലൈനർ കുറേ കൂടെ ലാസ്റ്റ് ചെയ്യും. മുകളിൽ എഴുതി കഴിഞ്ഞു. താഴെ ജസ്റ്റ് ഒന്ന് ഞാൻ സ്മഡ്ജ് ചെയ്ത് കൊടുക്കാം. കണ്ണിന്റെ ഒരു വാട്ടർ ലൈനിൽ ഇപ്പോൾ എഴുതി കൊടുത്തിരിക്കുകയാണ് അല്ലേ? പിന്നെ സ്മഡ്ജ് ചെയ്യാൻ പോവാണ്. ജസ്റ്റ് ഒന്ന് കുറച്ചൊരു ഡാർക്ക് ഷെയ്ഡ് എടുത്തിട്ട് സ്മഡ്ജ് ചെയ്യാൻ. ഷാഡോ പാലറ്റിൽ നിന്ന് ഒരു ഡാർക്ക് ഷെയ്ഡ് എടുത്തിരിക്കുകയാണ്. അതെ, ഒരു ഡാർക്ക് ബ്രൗൺ. അപ്പോൾ നല്ല ഒരു കിടിലൻ ഐ മേക്കപ്പ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് അല്ലേ? അപ്പോൾ ഈ ഒരു നല്ലൊരു ലുക്ക് തന്നതിന് മാമിനെ ഒരുപാട് നന്ദി. താങ്ക് യു.
അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണുന്നവരേക്കും നന്ദി, നമസ്കാരം.